സുഹൃത്തുക്കളെ, നിങ്ങളോടൊപ്പം ഞാനിപ്പോൾ ശശികല ടീച്ചർ അറിയില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ അത്ഭുതമായിരിക്കും. സോഷ്യൽ മീഡിയ പരിചയമുള്ള നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയം പരിചയമുള്ള എല്ലാവർക്കും അറിയാം എന്താണ് ശശികല ടീച്ചർ എന്ന്. ശശികല ടീച്ചർ ഇപ്പോൾ നമ്മുടെ വേടന് ഒരു ഉപദേശവുമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് രണ്ടു ദിവസമായിട്ടോ വേടനോട് ഈ ഒരു ഉപദേശം നമ്മുടെ ശശികല ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ്? കേസരി പത്രാധിപർ ശ്രീ NR മധുവിനെതിരെ കേസെടുത്ത നടപടി പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റാണ്. ആ തീവ്രവാദിക്കെതിരെ കേസെടുത്ത് യാമിക്ക് ഇഷ്ടമായില്ല. രണ്ട് ഏകദേശം ഒരേ തോണിയിലാണല്ലോ. തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ പറയുള്ളൂ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾക്ക് കണ്ണെടുത്ത് കണ്ടുടാ. ഇവന്മാരെങ്ങനെയാണ് നമ്മുടെ ഈ കേരളത്തിൽ ജീവിക്കുന്ന അറിയില്ല. എത്ര മുസ്ലിങ്ങളെ അയൽ വീട്ടിലൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടാവില്ലടോ. ഇവരൊക്കെ മുഖത്തൂക്കി ഇവർക്ക് മുന്നോട്ട് പോകണ്ടേ? എനിക്കത് മനസ്സിലാവുന്നില്ല. എങ്ങനെ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? വേടൻ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന ശ്രീ മധുവിന്റെ ആരോപണം വസ്തുതാപരമായി ഉന്നയിക്കപ്പെട്ടതാണ്. എന്തോന്ന് വസ്തുത? കൃത്യമായിട്ടും ജാതി ഭീകരത ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് പറയുന്നതാണോ? എന്തായാലും നോക്കാം. വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണ്. അതാണ് രസം. ഇവർക്ക് എന്തു വന്നാലും അപ്പൊ ഈ മുസ്ലിങ്ങളെ നെഞ്ചത്ത് കയറണം. വേടനെ വളർത്തുന്നത് ഇപ്പൊ മുസ്ലിങ്ങളാണത്രേ. മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വേടൻ മുന്നോട്ട് പോകുന്നത്. ആലോചിക്കണം കേട്ടോ. മുസ്ലിങ്ങളെ സപ്പോർട്ടോടു കൂടി മാത്രമാണ് വേടൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ ഈ വിഷകല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദളിത് വിഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപ്പെടുത്തി ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം. കൊള്ളാലോ. ദളിത് വിഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപ്പെടുത്തി ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കുക. എൻ്റെ പൊന്നു ശശികല ടീച്ചറെ, ഏത് ഹിന്ദുക്കളാണ് ദളിതരായിട്ടുള്ള ആളുകളെ ഹിന്ദുവായിട്ട് കണക്കാക്കിയിട്ടുള്ളത്? സോക്കോളിൽ ഹിന്ദുക്കൾ ഉയർന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന ഈ നമ്പൂതിരിമാരൊക്കെ ഇപ്പോഴും ക്ഷേത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരേ ജാതിക്കാരിൽ പെടാത്ത ആളുകൾക്ക് ഈ പ്രസാദം നമ്മുടെ സാധനം എറിഞ്ഞു കൊടുക്കുന്ന രീതി എപ്പോഴും ഒരു മാറ്റൂല. കയ്യിൽ കൊടുക്കൂല, ദേഹത്ത് തൊടില്ല, തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്ന പരിപാടികളൊന്നുമില്ല. അതൊക്കെ അവരെ സ്വജാതികൾക്ക് മാത്രം. അതല്ലാത്ത ആളുകൾക്കൊക്കെ വേണമെങ്കിൽ തൊട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. ഒരു മാറ്റവും വന്നിട്ടില്ല ജാതികൾക്ക്. അപ്പൊ പിന്നെ ഇത് കുറച്ചൊക്കെ നല്ലതാണ്. എന്തായാലും ഇന്ന് ജാതികളൊന്നും പരസ്പരം പോരിന്റെ ദുരിതം അനുഭവിക്കുന്നില്ല. അതേ അനുഭവിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം പോലും താൻ എടുക്കാത്ത ഒരു സ്വർണത്തിന്റെ പേരിൽ ഒരു രാത്രി മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് അവർ കറുത്തവളായി പോയതുകൊണ്ടാണ്, അവർ ദളിതയായി പോയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ആ മാല അവരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അവർക്ക് തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടൊരു മാപ്പ് പോലും ഇതുവരെയും പറഞ്ഞിട്ടില്ല ആ വീട്ടുകാർ. അതവർക്ക് ഈ ജാതിയുടെ പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണ്. അതും തീരുന്നില്ല. അവസാനം അവരെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ, കുറ്റമൊന്നും ഇല്ലാന്നിട്ട് അവരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പരിസര പ്രദേശത്തൊന്നും കണ്ടുപോരുത്, നിങ്ങളുടെ 12 വയസ്സിലെ മക്കൾക്കെതിരെ കേസെടുക്കുന്ന ആ പോലീസുകാർ പറയാൻ തോന്നുന്നത് അവർ ദളിത ആയതുകൊണ്ടാണ്, അവർ താഴ്ന്ന ജാതിക്കാരി ആയതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതില്ല എന്ന് പറഞ്ഞു കളയരുത് എൻ്റെ പൊന്നു ശശികല ടീച്ചർ. പൊന്നല്ല, വൃത്തികെട്ട ശശികല ടീച്ചറെ. എന്തായാലും ആരെയും കീഴ്പ്പെടുത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല. ഇടതും വലതുമാണ് ഇക്കണ്ട നാളെ കേരളം ഭരിച്ചത്. ഇനി ഇവർക്ക് ഈ BJP-കാർ വരണം. ജാതി ഭ്രാന്ത് ബാക്കിയുണ്ടെങ്കിൽ ഇവരാണ് ഉത്തരം പറയേണ്ടത്. കേന്ദ്ര സംസ്ഥാന ആനുകൂല്യം SC വിഭാഗങ്ങൾക്ക് സമയത്ത് കിട്ടുന്നില്ല, പലതും നിഷേധിക്കുന്നു. ആര് നിഷേധിക്കുന്നു? SC ST അവർ തന്നെ കൊടുക്കുന്നില്ല. വിദ്യാഭ്യാസ ആനുകൂല്യം പോലും പലതും സമയത്ത് കിട്ടുന്നില്ല. കൊള്ളാം. പട്ടികജാതി ശ്മശാനങ്ങൾ എത്ര എണ്ണം സംസ്ഥാനത്ത് നിന്ന് കയ്യേറ്റപ്പെട്ടിരിക്കുന്നു. പട്ടിക വിഭാഗങ്ങളെ ഹെക്ടർ ക്ഷേത്രഭൂമി അന്യാദാനപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതൊന്നും വേടന് അറിയില്ല. വേടൻ ഇപ്പോഴും ഖുറാനെയും പലസ്തീനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളപ്പോൾ ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കേരളത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായിട്ടുള്ള ഭക്ഷണ സംസ്കാരമൊക്കെ ഭയങ്കര പ്രശ്നമാത്ര കേരളത്തിലേക്ക്. എന്തായാലും കച്ചവടത്തിലെ മുസ്ലിം പങ്കാളിത്തമാണ് ഇപ്പോൾ ആർക്കുള്ളത്? നമ്മുടെ വേടനുള്ളത്. അതായത് ഇവിടെ മുസ്ലിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് വേടൻ അടക്കമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മുടെ ശശികല ടീച്ചർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും വേടനെ കൊണ്ടുപോയിട്ട് തീവ്രവാദിയാക്കണം, അവന്റെ പാട്ടുകൾ നിർത്തണം. കേരളത്തിൽ കൃത്യമായിട്ടുള്ള ജാതീയത ഉണ്ട്. ആ ജാതീയതയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ BJP-യും RSS-ഉം ഹിന്ദു സംഘടനകളാണ്. ഹിന്ദു സംഘടനകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതീയത അതിശക്തമായിട്ടുണ്ടാവും എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് വേടൻ. അതുകൊണ്ട് തന്നെ വേടൻ നിരന്തരം ജാതീയതയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജാതീയതയ്ക്കെതിരെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും BJP-കാർക്ക് ഇഷ്ടാവില്ല. അവർക്കെതിരെയാണല്ലോ സ്വാഭാവികമായിട്ട് അതിന്റെ വേരുകൾ എത്തിപ്പെടുന്നത്. അപ്പോഴെന്താണ്? ഇത്തരമുള്ള ആളുകൾ എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാണ്ടാക്കണം. പക്ഷെ എൻ്റെ ശശികല ടീച്ചറെ, നിങ്ങളൊന്ന് വിചാരിച്ചാൽ കൂടൂല. നിങ്ങളൊന്ന് വിചാരിച്ചാൽ കൂട്ടിയാൽ കൂടൂല. നിങ്ങൾ ആ ശബരിമല എങ്ങനെയൊക്കെയോ കയ്യിലാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു.
അന്ന് പരാജയപ്പെട്ടതാ. നിങ്ങൾ എത്രത്തോളം വിഷമാണെന്ന് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. വേടൻ എത്രത്തോളം ഗംഭീരനാണെന്ന് അറിയാം. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.